മോദി സർക്കാരിന്റെ 11 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ഏവർക്കും സ്വാഗതം. വിശദീകരിക്കാനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനം. നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി ഐതിഹാസികമായിട്ടുള്ള വിജയം നേടി മൂന്നാമതും അധികാരത്തിലെത്തി. ഇക്കഴിഞ്ഞ ജൂൺ 9 ദേശീയ തലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജനക്ഷേമ ഭരണത്തിന്റെ 11 വർഷം പൂർത്തിയാക്കിയ ഈ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും വിപുലമായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രമന്ത്രിമാരും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും പങ്കെടുക്കുന്ന പത്രസമ്മേളനങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സമാദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സമാദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അവർകളാണ്. അദ്ദേഹത്തെയും ഈ പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരവൻ ജയൻ ഇവിടെ സന്നിഹിതനാണ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കുര്യൻജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മോഡി 3 അത് 1 വർഷം പൂർത്തിയാക്കിയിരിക്കും. അപ്പൊ അതിൽ ഈ കാലഘട്ടത്തിൽ നടന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ വിവരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഒരു തീമിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രവർത്തിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഒരു PPT ഉണ്ടാവും. ഒന്ന് സദ്ഭരണം, അതുപോലെ തന്നെ സൽഭരണം, ക്ഷേമ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഇന്ത്യയുടെ ചരിത്രത്തില് ഇത്രയും ഒരു സദ്ഭരണം, അഴിമതിയില്ലാത്ത ഒരു ഭരണം മുന്നോട്ട് വെക്കാൻ 11 വർഷ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ. ക്ഷേമപ്രവർത്തനമില്ലാത്ത വികസനം അതിലർത്ഥമില്ല. പക്ഷെ ഇവിടെ ജനക്ഷേമം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഇതാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന, ഒരു സുവർണ ലിപികളിൽ എഴുതാൻ പറ്റുന്ന, പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലെല്ലാം അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി. അത് BJPയുടെയും NDAയുടെയും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത് നടക്കില്ല, ഈ കാലഘട്ടത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. പിന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ സംസ്കാരം മാറി. രാഷ്ട്രീയത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിച്ച്, ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് കബളിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന്, അല്ലെ അഴിമതിയുടേതായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ പ്രീണനത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നു. പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഒരു പോളിസിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രാവർത്തികമാക്കും. അതുപോലെ തന്നെ ഒരു റെസ്പോൺസിബിൾ സർക്കാരാണ്, റെസ്പോൺസ് കൊണ്ടുപോകാൻ. അപ്പൊ അത് എന്ത് കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിൽ അപ്പോഴേ ഇടപെടുന്ന ഒരു സ്വഭാവം അത് പ്രധാനമന്ത്രിക്കുണ്ട്. അത് ഈ നേട്ടങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ നേട്ടമാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. 140 കോടി ജനങ്ങളുടെ നേട്ടമാണ്. അദ്ദേഹം എപ്പോഴും പറയുന്ന അങ്ങനെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 75 വർഷ കാലഘട്ടം നമ്മുടെ പൂർവികര് വളരെയധികം അധ്വാനിച്ചു, നമ്മുടെ ജനങ്ങൾ. പക്ഷെ അവർക്ക് ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാനുള്ള ഒരു നേതാവില്ലായിരുന്നു.
ലക്ഷ്യബോധമുള്ള ഒരു നേതാവില്ലായിരുന്നു. അപ്പോ പൂർവികരുടെ, നമ്മുടെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ 10ാം സ്ഥാനത്തെത്തി 75 വർഷം. പക്ഷെ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം, ലക്ഷ്യബോധമുള്ള ഒരു നേതൃത്വം, ആത്മവിശ്വാസമുള്ള ഒരു നേതൃത്വം വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് അത് പെട്ടെന്ന് 5ാം സ്ഥാനത്തേക്ക് വന്നു. 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് വന്നു. ജനങ്ങള് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അധ്വാനിക്കുന്നത് രാജ്യത്തിന് വേണ്ടി. പക്ഷെ അതിനൊരു ദിശാബോധം കൊടുത്തത്, നേതൃത്വം കൊടുത്തത് അത് നരേന്ദ്രമോദിയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് 5ാം സ്ഥാനത്ത് വന്നു. അപ്പൊ അത് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2027 നമ്മളത് 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമാണ്. ഈ ചാനലൈസ് ചെയ്തു, ലോകത്ത് ഇത്രയും പെട്ടെന്ന് സാമ്പത്തിക രംഗം ചാനലൈസ് ചെയ്തൊരു രാജ്യം വേറൊരു സ്ഥലത്തും കാണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുടെ കയ്യിലാണ് സ്വത്തുള്ളത്, എത്രമാത്രം സ്വത്താണുള്ളത്, എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് പോകുന്നു എന്നുള്ള ഇന്ത്യയിൽ ആർക്കും അറിയില്ലായിരുന്നു. അത് ചാനലൈസ് ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്നു. ഇത് നേരത്തെ സാധിക്കുമായിരുന്നു, ജനങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പൊ അത് ജനകീയമായിട്ടുള്ള പങ്കാളിത്തമാണ്. നമുക്കറിയാം, നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സഹകരിച്ചു, ജനങ്ങൾ സഹകരിക്കുകയും ചെയ്തു ഒരു നല്ല ഭാവിക്ക് വേണ്ടി. അവിടെ നിന്നാണല്ലോ ഈ ചാനലൈസ് ചെയ്ത് വരുന്നത്. അന്ന് ആരുടെയൊക്കെ എത്ര രൂപയുണ്ട്, ആ അക്കൗണ്ടിലേക്ക് എത്ര വന്നു, എത്രയുണ്ട് എന്നുള്ളതിന്റെ ചാനലൈസേഷൻ അവിടെയാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്പെറന്റ് ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു സുതാര്യമായിട്ടുള്ള ഇതൊരു ഭരണമാണ്, സർക്കാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ലക്ഷ്യം, അത് ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 2047 ഒരു വികസിത രാജ്യം എന്നുള്ള ഒരു സന്ദേശം അത് യുവാക്കളിലേക്ക് കൊടുക്കുകയാണ്. ആ യുവാക്കളിന്റെ അവരുടെ ആ സപ്പോർട്ട്, പിന്തുണ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിക്ക് കിട്ടുന്നു. ആ പിന്തുണ ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് പോസിറ്റീവ് പൊളിറ്റിക്സിലേക്കുള്ള ഒരു മാറ്റമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് നരേന്ദ്രമോദിജി മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്നുള്ളതാണ്. പഴയതിനെ എല്ലാം തള്ളിക്കളയാതെ അതിനെ റിഫോം ചെയ്തിട്ട് കൂടുതലായിട്ട് പെർഫോം ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷനിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ബേസിക് ആയിട്ടുള്ള പോളിസി സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. അധ്വാനം, ജനങ്ങളുടെ അധ്വാനം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത്. ഓരോരുത്തരുടെയും വരുമാനം കൂടണം, ഓരോ കുടുംബത്തിന്റെയും വരുമാനം കൂടണം. എങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവുള്ളൂ, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഈ സ്കീമുകൾ, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന എല്ലാ സ്കീമുകളും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഒക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ മുദ്രാ ലോൺ അതിന്റെ ഉദാഹരണമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓരോ കുടുംബത്തിന്റെയും, ഓരോ വീടിന്റെയും, ഓരോ വ്യക്തിയുടെയും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്ന ഓരോ കുടുംബത്തിന്റെ വികസനമാണ്. അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ അസാധ്യമെന്ന് കരുതിയ 370-ാം വകുപ്പ്, അത് കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടിയായിരുന്നു. അത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടിയായിരുന്നു 370-ാം വകുപ്പ് റദ്ദ് ചെയ്തതെന്ന് എല്ലാവരും അംഗീകരിക്കും. അതാണല്ലോ ജനാധിപത്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. ഒരു കാര്യം നടപ്പിലാക്കുന്ന അവസരത്തില് അത് വിജയിക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രീതിയാണല്ലോ ജനാധിപത്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. നിയമസഭാ ഇലക്ഷന്റെ 62% ജനങ്ങൾ വോട്ട് ചെയ്തുവെങ്കിൽ അത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ വളർന്നിരിക്കുന്നു. പിന്നെ സ്ത്രീ ശക്തിയാണ്. നമുക്കിപ്പോ കാണാൻ സാധിക്കും, എല്ലാ രംഗത്തും ലോകത്ത് ഏറ്റവും കൂടുതൽ പൈലറ്റുകളുള്ളത്, സ്ത്രീകളുള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അതും ഒരു യുദ്ധ കാലഘട്ടത്തിൽ ഏതെങ്കിലും രാജ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള വളരെ ചുരുക്കമായിട്ട് ആരെങ്കിലും അതിനെ അവകാശപ്പെട്ടിട്ടില്ല. ഈ യുദ്ധത്തില് പൈലറ്റുമാര് സ്ത്രീകളായിരുന്നു. അതേപോലെ തന്നെ അത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞത് 2 സ്ത്രീകളാണ്.
അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീ ശാക്തീകരണം അത് മാനവികതയുടെ തന്നെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമല്ല. എല്ലാ രംഗത്തും അതിന്റെ ഭാഗമായിട്ട് ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കി. എല്ലാ രംഗത്തും 33% സംവരണം. നമുക്ക് കോവിഡ് കാരണം നമ്മുടെ സെൻസസ് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നടപ്പിലാക്കുന്ന കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് രീതിയായിരുന്നു നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്നത്. രാജാവ് അവിടെ ഉണർന്നിരിക്കുമ്പോഴേ ഇവിടെ ബജറ്റ് അവതരിപ്പിക്കാവുള്ളൂ എന്നുള്ള ആ രീതി. 5 മണിക്കാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വരുന്നിടം വരെ 5 മണിക്കാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. BJP സർക്കാർ വരുന്നിടം വരെ, NDA സർക്കാർ വരുന്നിടം വരെ അത് മാറ്റിയിട്ടത് രാവിലെ ആയിട്ട് മാറ്റുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥാനത്തും ഏതാണ്ട് BJPയുടെ അതുപോലെ NDA സർക്കാരിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു കാര്യം, ഈ ജാം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിലൂടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ജൻധൻ, അതുപോലെ തന്നെ ആധാർ മൊബൈൽ. ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ അവസരത്തില് എല്ലാവരും എതിർത്തു. എന്തിനു വേണ്ടി? ഒന്നുമില്ലെന്ന്. എന്തിനു വേണ്ടിയാണിത്? സ്ത്രീകള് ഇന്ത്യയിൽ മുഴുവൻ പണം സൂക്ഷിക്കുന്ന ഒന്നിന്റെ അടിക്കലത്തിൽ അല്ലെങ്കിൽ തലയുടെ താഴെയാണ്. എന്തിനാണ് ഇവർക്ക്? 3.5 കോടി അക്കൗണ്ട് ഉണ്ടായിരുന്നിടത്തേക്ക് 55 കോടി വന്നു നമ്മുടെ ഈ അക്കൗണ്ട്. അവിടെയാണ് തുടക്കം. ഡയറക്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം അന്ന് ചിദംബരം ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എങ്ങനെ ഡിജിറ്റലാവും, എങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് ഉണ്ടാകും എന്ന് ചോദിച്ചു ഓർക്കുന്നില്ലേ? അപ്പൊ എന്താ ചെയ്തത് നരേന്ദ്രമോദിയുടെ സർക്കാർ? ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം 2014 76 ജിഗാവാട്ടായിരുന്നു. അത് 2025 223 ജിഗാവാട്ടായി. ഇലക്ട്രിസിറ്റി എല്ലാ വീട്ടിലും എത്തിച്ചു. ആദ്യം എല്ലാ ഗ്രാമങ്ങളിലും എത്തിച്ചു. അത് ദീൻ ദയാൽ പദ്ധതിയായിരുന്നു. അതിനുശേഷമാണ് സൗഭാഗ്യ പദ്ധതി. 2018 ഡിസംബർ 31 മുമ്പ് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചു. വൈദ്യുതി എത്തിയാൽ എന്താവണം? നമുക്ക് നെറ്റിന്റെ സംവിധാനം ഉണ്ടാകും. ഫോൺ, അതാണല്ലോ നമ്മുടെ ഫോൺ എന്നുള്ള രീതിയിൽ അതിനകത്ത് മൊബൈല് വന്നത്. അതിനുശേഷം ഈ ഡിജിറ്റൽ സംവിധാനം തുടങ്ങി. അപ്പൊ എവിടെയാണ് കറണ്ട്, എവിടെയാണ് നെറ്റ് എന്നൊക്കെ ചോദിച്ചതിന് മറുപടിയായി കൊച്ചു കുട്ടികൾ വരെ 97% ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ലോകത്തിലെ 49% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, മണിയുടെ ട്രാൻസാക്ഷൻ 49% ഇന്ത്യയിലാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പുരോഗതിയിലേക്ക് വന്നത്. ആദ്യം അക്കൗണ്ട് കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു, നെറ്റ് കൊടുത്തു, അതുപോലെ തന്നെ മൊബൈലിന്റെ സംവിധാനം. അതുകൊണ്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലായി. ഏറ്റവും ചെലവ് കുറഞ്ഞ ഈ നമ്മുടെ നെറ്റ് എത്രയാണ്? ഇപ്പൊ 2014 268.97 ആയിരുന്നു പെർ ജി ബി. ഇപ്പൊ അത് 8.3 റുപ്പീസ്. അന്ന് 268 ആയിരുന്നു, 8.3 പെർ GB ആണ് നമ്മുടെ ചെലവ്. ലോകത്തെ ഏറ്റവും നെറ്റിന് ചെലവ് കുറവ് ഇന്ത്യയിലാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പുരോഗതിയുടെ കാരണം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ എല്ലാ സംവിധാനത്തിലും അതാണ് ഞാൻ പറഞ്ഞത്. ചാനലൈസ് ചെയ്തു എന്ന് പറയാൻ കാരണം അതാണ്. അത് തുടങ്ങിയത് നോട്ട് നിരോധനത്തിലൂടെ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ സാധിക്കില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ, ജനങ്ങളുടെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, വിജയിക്കുന്ന അവസരത്തിലും പ്രതിസന്ധിയുടെ അവസരത്തിലും പ്രതിപക്ഷങ്ങളുടെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ നമ്മുടെ സിന്ദൂറിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു, ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് കുറച്ച് സ്ലൈഡ്. ഗ്രാമീൺ സടക്ക് യോജന, കിലോമീറ്റർ ഗ്രാമീൺ സടക്ക് യോജന, അതായത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ച്, ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക് റോഡുകളില്ലായിരുന്നു. ഇന്ത്യയിലെ ഒരു ഗ്രാമവും ഇപ്പൊ റോഡായിട്ട് ബന്ധിപ്പിക്കാത്ത ഇല്ല, എക്സെപ്റ്റ് നമ്മുടെ ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ. അവിടെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്.
126 ഡിസ്ട്രിക്റ്റിൽ നിന്ന് 18 ഡിസ്ട്രിക്റ്റിലേക്ക് അത് കുറഞ്ഞു എങ്ങനെ നക്സലൈറ്റ്സ്. അവിടെ ഒഴിച്ച് എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കണക്ടിവിറ്റിയുടെ ആദ്യത്തെ പാഠമാണ്. ഒരു 8 മീറ്റർ വീതിയിലുള്ള ഈ സടക്ക് എല്ലാ സ്ഥലത്തേക്കും വന്നിട്ടുണ്ട്. പുതിയതായി 555,000 കിലോമീറ്ററോളം ദേശീയപാത നിർമ്മിച്ചു. പിന്നെ തുറമുഖം വഴിയുള്ള ചരക്ക് കൈകാര്യം ചെയ്യൽ പ്രതിവർഷം 855 ദശലക്ഷം ടണ്ണായി മാറി. അത് കൂടുമല്ലോ. മെട്രോ ശൃംഖല 248 കിലോമീറ്റർ 2014 ഉണ്ടായിരുന്നെങ്കിൽ ഇത് 1013 കിലോമീറ്ററായി വികസിപ്പിച്ചു. ദേശീയപാത പ്രതിദിനം 34 കിലോമീറ്ററാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടേത് 136 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതില്ലാത്ത ഒരെണ്ണം 400 വന്ദേ ഭാരത് ട്രെയിനുകളുടെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. 400 വന്ദേ ഭാരത് ട്രെയിനുകളുടെ മാനുഫാക്ചറിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 136 ഉണ്ട്. അപ്പൊ അതുകൂടെ രംഗത്ത് വരുന്ന അവസരത്തിൽ നമ്മുടെ റെയിൽവേയുടെ എത്രമാത്രം അതിന്റെ സ്പീഡ് ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയാൽ മതി. അതുപോലെ 2014-24 കാലയളവിൽ 1.13 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് 31,000 കിലോമീറ്ററിലധികം റെയിൽപാത ഇരട്ടിപ്പിച്ചു. അത് കേരളത്തിലും ആ രീതിയിലുള്ള ഇരട്ടിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ചരക്ക് നീക്കത്തിൽ ലോകത്തിലെ 2ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയായി ഇന്ത്യ മാറി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി 103 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. അത് കേരളത്തിലും വരുന്നുണ്ട്, അത് പിന്നെ വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞ നക്സൽ ഭീകരവാദം 70% കുറവുണ്ടായി. അപ്പോൾ അത് ഏതാണ്ട് അടുത്ത വർഷത്തോടുകൂടി നക്സൽ ഭീകരവാദം അത് സമാപിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 സാധിക്കുമെന്നാണ്. അതുപോലെ 26/11 ഗൂഢാലോചനക്കാരനായിട്ടുള്ള ഖാവൂർ റാണയെ ഇന്ത്യയിലേക്ക് നിയമ നടപടിക്കായി എത്തിച്ചു. പിന്നെ ഭീകരാക്രമങ്ങൾ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 7,217 നിന്ന് 70% പറഞ്ഞു. ഓർക്കുന്നുണ്ടാവും, ബോംബെ, ഡൽഹി എല്ലായിടത്തും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെ മോദി സർക്കാർ നിരോധിച്ചു. അത് നിരോധിച്ചില്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ആലോചിച്ചു. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ മാറുമായിരുന്നു, ആരും സംശയം വേണ്ട. പക്ഷെ അത് ശക്തമായിട്ടുള്ള നടപടിയിലൂടെ അത് നടപ്പിലാക്കാൻ സാധിച്ചു. ആരോഗ്യത്തിന്റെ കാര്യം പുതിയതായി 15 എയിംസുകൾ സ്ഥാപിച്ചു. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. 1956 നെഹ്റു ഡൽഹിയിലെ എയിംസ് സ്ഥാപിച്ചതിന് ശേഷം 6 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അടൽ ബിഹാരി വാജ്പേയിയുടെ 98 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ 6 തുടങ്ങി. പിന്നെ 2004 മുതൽ 2014 വരെ ഒരെണ്ണേ തുടങ്ങി. 2012 റായ്ബറേലി അത് പ്രഖ്യാപിച്ചതേ ഉള്ളൂ, ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇപ്പൊ 15 എയിംസുകൾ, അങ്ങനെ 23 എയിംസ് വന്നത്. കോൺഗ്രസ് 1956 അംഗീകരിക്കുന്നു. അതിനുശേഷം റായ്ബറേലിയിൽ ഒരെണ്ണം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. പിന്നെ അതിനു മുമ്പോ അതിനുശേഷമോ എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അതെല്ലാം BJP സർക്കാരുകൾ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ 6, ഇപ്പോഴ് 15. അതുപോലെ 47 ലക്ഷത്തിലധികം വയോവന്ദന കാർഡുകൾ വിതരണം ചെയ്തു. നാരീശക്തി ഞാൻ പറഞ്ഞു. മാതൃവന്ദന യോജന വഴി 4 കോടിയോളം അമ്മമാർക്ക് 18,000 കോടിയിലധികം രൂപയുടെ ധനസഹായം. സുകന്യ സമൃദ്ധി പദ്ധതി 4 കോടിയിലേറെ അക്കൗണ്ടുകൾ, 3 ലക്ഷം കോടിയോളം നിക്ഷേപം. പിന്നെ ഉജ്ജ്വല യോജന വഴി 10 കോടിയിലധികം പുകയില്ലാത്ത അടുപ്പുകൾ, ഗ്യാസ് അടുപ്പുകൾ നൽകി. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കി. വിദേശ നയം അതടുത്ത് വരുന്ന വാക്സിൻ മൈത്രിയിലൂടെ 100-ലധികം രാജ്യങ്ങളിലേക്ക് 29 കോടിയിലധികം വാക്സിനുകൾ അയച്ചു.
ഇന്ത്യയുടെ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലൂടെ 120-ലധികം രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു. ഇപ്പോൾ പ്രവാസികൾക്ക് വലിയ സ്വീകാര്യതയാണ് ലോകരാഷ്ട്രങ്ങൾക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം അംഗീകരിച്ചു. ബഹിരാകാശം ISRO 393 വിദേശ ഉപഗ്രഹങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചു. ഇതുവഴി 143 ദശലക്ഷം US$ വരുമാനമുണ്ടായി. അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അതിനെ നമ്മൾ കണ്ട വിജയകരമായിട്ട് പേടകം നടക്കുന്ന ഇന്ത്യക്കാരൻ ശ്വാസം പിടിച്ചിരുന്ന് കണ്ട അതിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ L1 പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ സൗര നിരീക്ഷണാലയം സ്ഥാപിക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറി. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ ദൗത്യങ്ങൾ ISRO മെച്ചപ്പെട്ട ജീവിത നിലവാരം. PMAY പദ്ധതി പ്രകാരം 4 കോടിയിലധികം വീടുകൾ പൂർത്തിയാക്കി. PMAY ഗുണഭോക്താക്കളായ 73% സ്ത്രീകളാണ് ഗുണഭോക്താക്കൾ. അതായത് ഈ 4 കോടിയിൽ 2.75 കോടി സ്ത്രീകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിയായ PM സൂര്യഘർ 10 ലക്ഷം വീടുകളിൽ അതിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ വരുന്നത്. 15 കോടിയിലധികം വീടുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷൻ ജൽജീവൻ പദ്ധതി. ഇന്ത്യയിൽ ഏകദേശം 27 കോടി ജനങ്ങൾ ദാരിദ്ര്യമുക്തമാക്കി. യുവജനങ്ങൾ റോസ്ഗാർ മേളയിലൂടെ 10 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ജോലി നൽകി. 2 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനാധിപത്യ രാജ്യത്ത് ടെസ്റ്റ് നടത്തി പൂർണ്ണമായിട്ട് സുതാര്യമായിട്ട് 10 ലക്ഷം യുവാക്കൾ, ഇതുവരെയും 10 ലക്ഷം യുവാക്കൾക്ക് ഈ 2 വർഷത്തിനിടയിൽ ഒരു രാജ്യത്തും തൊഴിൽ കൊടുത്തിട്ടില്ല. അതുപോലെ യുവാക്കളെ തൊഴിൽദാതാക്കളാക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 2 ലക്ഷമായി. സ്റ്റാർട്ടപ്പ് ഇന്ത്യയെ പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരും അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ തൊഴിൽദാതാക്കളായിട്ട് മാറും. PM കൗശൽ വികാസ് യോജനയിലൂടെ 1.5 കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം. സ്കിൽ ഇന്ത്യ മിഷനിലൂടെ 40 കോടി യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം. കാർഷിക മേഖലയിൽ നമുക്കറിയാം PM കിസാൻ സമ്മാൻ നിധി. 9 കോടിയിലധികം കർഷകർക്ക് 4 ലക്ഷം കോടിയോളം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം. ഇതാണ് DBTയുടെ ഗുണം. നേരത്തെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്താൽ 15 രൂപയെ ജനങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ജൻധൻ യോജന എടുത്തതിന്റെ ഗുണം എല്ലാ വീടുകളിലും അറിഞ്ഞുകൊണ്ടുണ്ട്. മിക്കവാറും സ്ത്രീകളുടെ പേരിലാണ്. അത് ഒറ്റ ക്ലിക്കിന്, പ്രധാനമന്ത്രി പറഞ്ഞു, ഒറ്റ ക്ലിക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ജനങ്ങളിലേക്ക് എത്തുക. ഗവൺമെന്റിൽ തൊഴിലില്ല. DBT സംവിധാനം. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 7 കോടിയിലധികം കർഷകർക്ക് 10 ലക്ഷം കോടി രൂപയുടെ വായ്പ. PM ഫസൽ ബീമ യോജന വഴി 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ ക്ലെയിമുകൾ തീർപ്പാക്കി. 2014 അപേക്ഷിച്ച് 2026 കാർഷിക ബജറ്റിൽ 5 മടങ്ങ് വർധനവ്. 2014 മുതൽ ഇന്ത്യൻ കാർഷിക മേഖല ആധുനികവൽക്കരണത്തിന് അതീവ പ്രാധാന്യം. അടുത്ത പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരത കൈവരിച്ചു. അറിയാമല്ലോ, ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച പല ആയുധങ്ങളും എല്ലാവരും വായിച്ചതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. പ്രതിരോധ കയറ്റുമതി അത് 23,622 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. ഓപ്പറേഷൻ സിന്ധു എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉറിയില് ആക്രമണം ഉണ്ടായപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അതുപോലെ തന്നെ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തി. സംരംഭം ചുവപ്പ് നാട് മാറ്റി സംരംഭകർക്ക് ചുവന്ന പരവതാനി. ഇപ്പൊ ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ വേണ്ടി അറിയാം, ചൈനയിൽ നിന്നും സംരംഭകർ വരുന്നുണ്ട്. 1.6 ലക്ഷം സ്റ്റാർട്ടപ്പുകളിലൂടെ 17 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. പ്രധാനമന്ത്രി സ്വനിധി യോജന പ്രകാരം 68 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി. ഈടില്ലാതെ വായ്പകൾ നൽകി ഈ തെരുവിൽ കച്ചവടം നടത്തുന്നവർ. മുദ്രാ യോജന വഴി 52 കോടിയിലധികം ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകി. ഇനി കേരളത്തിൽ
നടപ്പിലാക്കിയ ചില പദ്ധതികൾ. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടുത്തെ സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കണ്ടപ്പോൾ 2 കാര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ഒന്ന്, പവർ ഹൈവേ. കൂടംകുളത്ത് നമ്മുടെ അവകാശപ്പെട്ട വിഹിതം ഉണ്ടായിരുന്നു, അത് ഇവിടെ എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അത് പവർ ഹൈവേ, ഇടമണ്ണിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പവർ ഹൈവേ പൂർത്തിയാക്കണമെന്ന് അന്ന് കേരള മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അത് കേരളത്തിന്റെ വികസനത്തിന്റെ തുടക്കമാണ്. അത് പൂർത്തീകരിച്ചു. ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ്, പ്രൊഡക്ഷന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് കേരളം. അത് മാത്രമല്ല, നാഷണൽ ഗ്രിഡിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് കറണ്ട് വലിക്കുന്നുണ്ട്. അപ്പൊ ഉൽപാദനത്തെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള ഉൽപാദനം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ കേരളത്തില് പവറിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി, കണക്ടിവിറ്റി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ഗെയിലിന്റെ പൈപ്പ് ലൈൻ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ അത് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ പദ്ധതിയാണ്. ശബരി റെയിലിന്റെ വീണ്ടും തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാട്ടർ മൾട്ടിപ്പിൾ സ്പോർട്സ് പോർട്ട് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, 30 വർഷ കാലഘട്ടം എത്ര പ്രധാനമന്ത്രി വന്നിട്ടുണ്ടോ അന്നൊന്നും അതിന് അംഗീകാരം കിട്ടിയില്ലായിരുന്നു, പെർമിഷൻ കിട്ടിയിരുന്നില്ല. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രമിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ശക്തനായിട്ടുള്ള നേതാവില്ലായിരുന്നു തീരുമാനം എടുക്കാൻ. കെ കരുണാകരനും അതുപോലെ തന്നെ EK നായനാര്, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, അല്ലെ, അവരൊക്കെ ശ്രമിച്ച അവസരത്തിന് അവസാനം നമ്മുടെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പെർമിഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് അത് മോഡിയുടെ സംഭാവനയാണ് എന്ന് പറയുന്നത്. നേരത്തെ അധ്വാനിക്കുന്നുണ്ടായിരുന്നു ജനങ്ങൾ, പക്ഷെ നേതൃത്വം കൊടുക്കാൻ ആളില്ലായിരുന്നു, ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള നേതാവില്ലായിരുന്നു പറഞ്ഞാൽ മുമ്പേ ഇവിടെ വീണ്ടും ഓർക്കുകയാണ്. പിന്നെ റോഡ് വികസനം, 50 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന നമ്മുടെ ആലപ്പുഴയിലെ ബൈപ്പാസ് അത് പൂർത്തിയാക്കി. കൊല്ലത്തെ ബൈപ്പാസ് പൂർത്തിയാക്കി. കുതിരാൻ തുരങ്കപാത നിർമ്മിച്ചു. അന്നുമൊക്കെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ജനങ്ങൾക്കെല്ലാം പിടികിട്ടുന്നുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ ഗ്രാമസഡക്ക് യോജന പ്രകാരം 4500 കിലോമീറ്ററോളം റോഡുകൾ നിർമ്മിക്കുകയുണ്ടായി. ചെന്നൈ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നമുക്കറിയാമല്ലോ, പാലക്കാടിന് വേണ്ടി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1.3 ലക്ഷം കോടി രൂപയില് കേരളത്തില് റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഒരാളുടെ പറയാം. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ അദ്ദേഹം പറഞ്ഞു, നിതിൻ ഗഡ്കരി 3 ലക്ഷം കോടി രൂപയുടെ റോഡ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജിമ്മിൽ പറഞ്ഞതാണ്. അടുത്ത അദ്ദേഹത്തിന്റെ വാക്ക്, അടുത്ത വർഷത്തെ ബജറ്റ് 2 ലക്ഷം കോടിയുള്ളതാണ്. കേരള ബജറ്റ് 2 ലക്ഷം കോടിയുള്ളതാണ്. അതായത് കേരളത്തിന്റെ ബജറ്റിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ പണം നൽകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോഴേ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെത്. 3 ലക്ഷം കോടി രൂപ നിതിൻ ഗഡ്കരി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. 2 ലക്ഷം കോടി രൂപയുടെയാണ് അടുത്ത കേരളത്തിന്റെ ബജറ്റ് എന്ന്. ഇതിൽ കൂടുതൽ എങ്ങനെയാ സഹായിക്കുക? ഒരു സംസ്ഥാനത്തെ ഒരു കേന്ദ്രം എങ്ങനെയാണ് സഹായിക്കുക? 2023-24 കേരളത്തിന്റെ ബജറ്റില് 48-ാം പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ധനമന്ത്രി എഴുതിയിരിക്കുന്നത് 133 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ്. ആ ബജറ്റ് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ആ ബജറ്റില് റവന്യൂ വരുമാനം 136 കോടി രൂപയാണ്. ഒരു സ്റ്റേറ്റിന്റെ റവന്യൂ വരുമാനം, ഒരു വർഷത്തെ റവന്യൂ വരുമാനം 136 കോടി രൂപ. അതേ ബജറ്റിൽ തന്നെ ധനമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, 48-ാമത്തെ പേജിലുണ്ട്, പാരഗ്രാഫിലുണ്ട്, കേന്ദ്രത്തിന്റെ സംഭാവന നടപ്പ് വർഷം പണി തുറന്നുകൊണ്ടിരിക്കുന്നത് 133 കോടി. ഇതിൽ കൂടുതൽ ഈ
വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നഗരവികസനം, സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി കൊച്ചിയിലും തിരുവനന്തപുരത്തും 3000 കോടിയോളം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് നടക്കുന്നുണ്ട്. കുഴിച്ചിട്ടുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആരുടെയാണെന്ന് കേന്ദ്രത്തിൻ്റെതാണെന്ന് മറക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം കുഴിച്ചിട്ടിരുന്നു. അതെല്ലാം കേന്ദ്രത്തിന്റെ ഗുണമാണ്. അതുപോലെ തന്നെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് 1094 കോടി രൂപയുടെ 833 പദ്ധതികൾ പൂർത്തിയായി. പ്രസാദ് പദ്ധതി പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസനത്തിനായി 45.19 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായി. റെയിൽവേ വികസനം, അമർ ഭാരത് സ്റ്റേഷൻ, അതിന് 2560 കോടി രൂപ. അതിന്റെ അകത്ത് ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റേഷനുകൾ 7 സ്റ്റേഷനുകളുടെ മോഡേൺ സ്റ്റേഷനുകളായിട്ട് തിരുവനന്തപുരം തൊട്ടുള്ള സ്റ്റേഷനുകൾ, അതിന് 2500-ലേറെ കോടി രൂപയാണ്. അപ്പൊ 2500 5000 കോടി. മാത്രമല്ല ഈ കഴിഞ്ഞ ബജറ്റില് 3072 കോടി, 8 കോടിയിലേറെ. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അതായത് നമ്മുടെ പാളങ്ങളും മാറ്റിയിടുന്നു. ചിലത്തിൽ നമുക്ക് കാണാം ഇപ്പോ ഈ വഴി കൂടെ ഉള്ളത് ഇന്ന് താമസിക്കും എന്നൊക്കെ പറയുന്ന പഴയ പാളങ്ങൾ മാറ്റിയിടുന്നു. അതുപോലെ ഈ ഇപ്പോ പഴയ നമ്മുടെ ആലപ്പുഴ വഴിയുള്ള അത് ഇരട്ടിപ്പിക്കുന്നതും അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ നടക്കുകയാണ്. ഇതിനെല്ലാം കൂടെ 12 കോടി രൂപ ഇപ്പൊ നടപ്പ് വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺഗോയിങ് ആയിട്ട് നടക്കുക. അങ്ങനെ 20,000 കോടി രൂപയുടെ 12,000 കോടി, 12 കോടിയല്ല, 12,000 കോടി, അതിലെല്ലാം കൂടെ ഏതാണ്ട് 20,000 കോടിയുടെ വർക്ക് കേരളത്തിൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ 20 ലക്ഷത്തിലധികം കർഷകർ PM കിസാൻ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളായി. 28 ലക്ഷം പേര് PM കിസാന്റെ മുമ്പേ പറഞ്ഞ 6000 രൂപ കിട്ടുന്നത്. നെല്ലിനുള്ള MSP കിൻഡലിന് 23,300 നിന്ന് 2,300 മുതൽ 2,320 വരെ നിശ്ചയിച്ചു. കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. 33 ലക്ഷത്തിലേറെ സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. ഇത്രയാണ് ഇത് പറയാനുള്ളത്. ഈ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സങ്കല്പത്തിന്റെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മീഡിയയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാലഘട്ടത്തിലും ഇതിനെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിട്ടുണ്ടായിട്ടുള്ളത്. വീഴ്ചകൾ വന്നതെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ തീർച്ചയായിട്ടും വികസനത്തിന്റെ വാഹകരായിട്ട്, സന്ദേശവാഹകരായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നേറുന്നത് എപ്പോഴും മീഡിയയാണ്. നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. വീണ്ടും അതിനുവേണ്ടി ഈ സഹകരണം ഭാവിയിലേക്കും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.